കുഞ്ഞുചോമിനസാൻ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നാനോമിഷിൻ്റെ എപ്പിസോഡ് 35 മലയാളം മാൻഹോ എക്സ്പ്ലനേഷൻ ആണ് ഗൈസ്. അപ്പോൾ പറഞ്ഞെന്ന് പറക്കണ്ട, നമ്മുടെ 5 വീഡിയോയ്ക്ക് സ്ഥിരമായിട്ട് 1.2K ലൈക്സ് ഇട്ടിട്ടുണ്ടെങ്കിൽ 6ാമത്തെ വീഡിയോ നിങ്ങൾക്ക് വേണ്ടി ഒരു ലോങ് വീഡിയോ ആയിരിക്കും. സോ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. അതേപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് റെക്കമെൻഡ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ താഴത്തുള്ള ആ ഒരു ഹൈ ബട്ടനും കൂടെ അടിച്ച് പൊട്ടിച്ചേക്ക്. സോ നമുക്ക് നേരെന്തായാലും ചാപ്റ്ററിലേക്ക് കടക്കാം. അങ്ങനെ ഈ ചാപ്റ്റർ തുടങ്ങാൻ നേരത്ത് മുഴുവൻ ജീവനം കൊണ്ട് ബാക്കിയുള്ള പ്രോസസ്സായിട്ട് മുന്നിലേക്ക് നടക്കുന്നുണ്ട്. അല്ല, ഈ ഒരു ദുർഗന്ധം അത് ചോരയുടേതല്ലേ? പെട്ടെന്നാണ് അവൻ ഞെട്ടിത്തെറിച്ചു പോയത്. അല്ല, അവനെന്താണ് മരിച്ചു കിടക്കുന്നത്? ഈ സമയത്ത് മുഴുവനും ചെറുതായിട്ട് ഒരു പന്തി എടുത്ത് തോന്നുന്നുണ്ട്. വാർഡൻ ചിയോൺ, ക്യാപ്റ്റൻ മൂ, നിങ്ങളിവിടേക്ക് എത്തിയല്ലേ? ഗ്രീറ്റിംഗ് സാർ. ഞാൻ നേരെ കാര്യത്തിലേക്ക് കടക്കാം. നിങ്ങൾ രണ്ടുപേരും കൂടെയാണോ ഇത് ചെയ്തത്? സാർ, താങ്കൾ എന്താണ് ഈ പറയുന്നത്? ഞങ്ങൾക്കറിഞ്ഞൂടെ എന്താന്ന്? അതെ സാർ, ജിനിയും ഞാനും എൻ്റെ പേഴ്സണൽ ട്രെയിനിങ് റൂമിലായിരുന്നു ഉണ്ടായിരുന്നത്. അതുമല്ല, ഒഫീഷ്യൽ ഓർഡേഴ്സ് കാരണം ഞങ്ങളിവിടേക്ക് വിളിച്ചെന്നാണ് ഞങ്ങൾ അറിഞ്ഞത്. അല്ലാതെ ഇതിനെപ്പറ്റിയുള്ള അക്യൂസേഷനോ ഞങ്ങൾക്കൊന്നും തന്നെ അറിഞ്ഞൂട്ടാ. ഞങ്ങളും കംപ്ലീറ്റ്ലി കൺഫ്യൂസ്ഡ് ആണ്. അടുത്ത സെക്കൻഡ് തന്നെ അവൻ തിരിയുകയും ചെയ്യും. അപ്പോഴാണ് ആ ഒരു കാഴ്ച അവൻ കണ്ടത്. അത് വീണ്ടും അവരെ ഞെട്ടിക്കുന്നതായിരുന്നു. കാര്യം അത് യുജിക് ഹാങ് ആയിരുന്നു. അവൻ്റെ വലത്തേക്ക് കംപ്ലീറ്റ്ലി മുറിഞ്ഞു കിടക്കുവാണ്. അതിൽ നിന്നുള്ള ബ്ലീഡിങ് കാരണമാണ് അവൻ മരിച്ചിട്ടുള്ളത്. പിന്നെ അവൻ്റെ ഫേസ് കണ്ടിട്ട് അവൻ പോയിസൺ ചെയ്യപ്പെട്ട പോലെ ഉണ്ട്. പക്ഷേ എന്തുകൊണ്ട് യുജിക്ക് ഇയാണല്ലേ ഇവിടെ കിടക്കേണ്ടത്? ബാ, അടുത്ത ആളെ കാണിക്കാം. എന്നിട്ട് അവൻ നേരെ അടുത്ത ആളുടെ അടുത്തേക്ക് നടന്നു. അത് മറ്റാരുമില്ലായിരുന്നു, നമ്മുടെ പ്യോ ആയിരുന്നു. അല്ല, അവൻ്റെ ശരീരത്തുള്ളത് അത് ഡിമോണിക് സൗണ്ട് സോഡല്ലേ? മ്യൂസീഷ്യൻ സെറ്റല്ലേ? അതെന്താണ് ഇവിടെ ചെയ്യുന്നത്? കോപ്പ് ഇത് കണ്ടിട്ട് പ്യോയും യുജിയും കൂടെ പരസ്പരം ഫൈറ്റ് ചെയ്ത പോലെ ഉണ്ടല്ലോ. ഇതെന്തായാലും നന്നായിട്ടല്ല പോകുന്നത്. അടുത്ത ആളെന്ന് പറഞ്ഞിട്ട് അടുത്ത ആളുടെ ശരീരം കാണിച്ചു കൊടുക്കുന്നുണ്ട്. പക്ഷേ അടുത്ത ആളുടെ മുഖത്തട്ടെ നല്ല കട്ടിയേറെ പാടുകളുണ്ടായിരുന്നു. ഇത് കണ്ടിട്ട് മൂവിങ് ക്ലൗഡിന്റെ 4th ഫോം പോലെയുണ്ട്. അത് മാത്രമല്ല, ഇത് ഷാഡോ സെറ്റിന്റെ ഒരു ടെക്നിക്കാണ്. ഈ മാർക്കിൻസ് ഒക്കെ ഇവന്റെ മുഖത്ത് നിന്നാണ് ചെയ്യുന്നത്. അത് മാത്രമല്ല, ഇങ്ങനെയാണ് പോക്കെങ്കിൽ എന്നെയും ബ്രദറിനെ ഉറപ്പായിട്ട് സംശയിക്കുമല്ല. സാർ, അത് പിന്നെ മിണ്ടരുത്, അതൊരു ട്രാപ്പാണ്. ട്രാപ്പോ? അതെ, 5th ഫ്ലോറിൽ ഈ ഒരു ക്ലൗഡ് പ്ലാവിൻ്റെ ടെക്നിക്ക് ഉള്ളതാണ്. അതുകൊണ്ട് ഇത് ട്രാപ്പ് ആകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. തൽക്കാലം നീ ഓവർ റിയാക്ട് ഒന്നും ചെയ്യണ്ട, മിണ്ടായിരുന്നാൽ മതി. ഈ കാര്യം ഞാൻ ഡീൽ ചെയ്തോളാം. ഇയോൺ ചിയോൺ, നീ ശരിക്കും ബുദ്ധിയാളിൽ നീക്കുന്നതിനാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. പക്ഷെ നിനക്ക് തെറ്റി. നീ ഇവിടെ ക്ലൗഡ് പ്ലാം ടെക്നിക്ക് യൂസ് ചെയ്യാൻ പാടില്ലായിരുന്നു. ശരിയാണ്, ബ്രദർ പറഞ്ഞതായിരിക്കും ശരി. തൽക്കാലം ഇവിടെ മിണ്ടായിരിക്കാനാണ് നല്ലത്. ഇവിടെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, 5th എക്സാമിനേഷൻ പാസ്സായവർക്ക് ആ ഒരു ക്ലൗഡ് പ്ലാം ടെക്നിക്ക് ഉറപ്പായിട്ടും ലൈബ്രറിയിൽ നിന്ന് കിട്ടുമെന്ന്. ഇനി ഏറ്റവും അവസാനത്തെ ബോഡി. പക്ഷേ ആ ബോഡി കണ്ടപ്പോഴാണ് അവർ കംപ്ലീറ്റ്ലി അത്ഭുതപ്പെട്ടു പോയത്. ഇതെങ്ങനെ സാധ്യമായി? കാര്യം അവിടെ കിടന്നുകൊണ്ടിരുന്നത് നമ്മുടെ ആ ഒരു പോയിസൺ സെക്കിലെ അവനായിരുന്നു. അവൻ്റെ ശരീരത്തുള്ളത് ആ സെയിം ഉള്ള ക്ലൗഡ് പ്ലാം ടെക്നിക്ക് തന്നെയാണ്. പക്ഷേ മറുസൈഡിലാട്ടെ ഡിസ്ട്രക്റ്റീവ് ഡിമോണിക് ഷാഡോ സെറ്റിൻ്റെ ടെക്നിക്സുമാണ്. ഇതെങ്ങനെ സാധ്യമായി? ഇതുറപ്പായിട്ടും റൈറ്റ് ഹാൻഡ് സോഡും ലെഫ്റ്റ് പ്ലാം ടെക്നിക്കും ആണല്ലോ. ഇതെങ്ങനെ സാധ്യമായി? 6 സെറ്റിൽ നിന്ന് ഏറ്റവും മുകളിലുള്ളത്, ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ളത് നമ്മുടെ ഷാഡോ സെക്റ്റാണ്. അതിൻ്റെ ചീഫ് അല്ലെങ്കിൽ ഫസ്റ്റ് എൽഡർ എന്ന് പറയുന്നത് ജിൻ വോൺ മൂ ആണ്. അദ്ദേഹം ഇവിടുത്തെ സെക്കൻഡ് സ്പോയിലാണുള്ളത്, ദി ഗ്രേറ്റസ്റ്റ് മാർഷൽ ആർട്ടിസ്റ്റ് എന്ന നിലയ്ക്ക്. അദ്ദേഹത്തിന് സാധ്യമായത് ഒരു പർട്ടിക്കുലറുള്ള 2 ടെക്നിക്ക് ഒരുമിച്ച് യൂട്ടിലൈസ് ചെയ്തുകൊണ്ടാണ്. അത് റൈറ്റ് ഹാൻഡ് കൊണ്ട് സോഡും ലെഫ്റ്റ് ഹാൻഡ് കൊണ്ട് പ്ലാമുമാണ്. അത് വൈസ് വേഴ്സായിട്ടും അദ്ദേഹത്തിന് ചെയ്യാൻ സാധിക്കും. ഈവൻ ഷാഡോ സെറ്റിൽ തന്നെ ഇത് 2 പേർക്ക് മാത്രമാണ് നിലവിൽ ചെയ്യാൻ സാധിക്കുന്നത്. അതൊന്ന് ജിൻവോൺ മൂ ആയിട്ടുള്ള ആ എൽഡറിനും പിന്നെ അത് മുയോൺ ചിയോണാണ്. മുയോൺ ചിയോൺ ഓൾറെഡി തന്നെ ഇത് കാണിച്ചതാണ് 3rd എക്സാമിനേഷന് വെച്ച്. പക്ഷേ ഇയോൺ, അവൻ എങ്ങനെയാണ് ഇത് ചെയ്തത്? ശരിയാണ്, 3 വർഷത്തിന് മുമ്പ് അവനിത് കണ്ടതാണ്. എങ്കിലും അവനിത് റീക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുമോ? ഈവൻ എൻ്റെ അപ്പൂപ്പന് പോലും അത് സാധ്യമായില്ല. സാർ, ഇതെന്തൊരു ട്രാപ്പാണ്. ഞങ്ങൾ 2 പേരും കൂടെ ഞങ്ങളുടെ റൂമിൽ ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. പിന്നെ എങ്ങനെയാണ് ഞങ്ങൾ ഇവിടെയൊക്കെ കൊല്ലുന്നത്? ട്രാപ്പോ? നീ പറയുന്നത് കേട്ടിട്ട് ആരും നിന്നെ മനഃപൂർവ്വം കൊടുക്കാൻ ശ്രമിച്ച പോലെ ഉണ്ടല്ലോ. കോപ്പ്, എല്ലാ കാര്യങ്ങളും കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഉറപ്പായിട്ടും പണി കിട്ടുന്നതായിരിക്കും. എന്നെയും ബ്രദറിനെയും അക്കാഡമിയിൽ നിന്ന് പറഞ്ഞു വിടുകയും ചെയ്യും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇയോൺ എങ്ങനെ പോലും ആ ഒരു മൈനർ പ്രീസ്റ്റിൻ്റെ ആ ഒരു പൊസിഷൻ എടുക്കുകയും ചെയ്യും. എങ്ങനെ പോലും ബ്രദർ ഇവിടുന്ന് പുറത്തു പോകാൻ പാടില്ല. പ്രോസസ് അവരെ പിടിച്ചു കിട്ടിക്കോളൂ. അവൻ എക്സ്ക്യൂസ് ചിന്തിക്കാനുള്ള സമയമാണ് ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇവൻ എന്തായാലും സസ്പീഷ്യസ് ആണ്. സാർ, അങ്ങനെയല്ല, ഇത് ഇയോൺ ചിയോണാണ്. ഇയോൺ ചിയോൺ ഇതെല്ലാം ചെയ്തിട്ടുള്ളത്. ഒരു നിമിഷം, എന്ത്? കോപ്പ്, ഞാൻ എന്നോട് പറഞ്ഞതാണ് ശബ്ദിക്കരുതെന്ന്.
ഇനി എന്തായാലും മറ്റു മാർഗമൊന്നുണ്ടെന്ന് തോന്നുന്നില്ല. സാർ, പോയിസൺ സെറ്റിൽ നിന്നുള്ള ആ ഒരു ബേക്ക് അവൻ ഞങ്ങളെ കാണാൻ വന്നിരുന്നു. എന്നിട്ട് പറയുകയും ചെയ്തു സീക്രട്ലി ഇയോൺ ഷിയോനെ അവൻ പോയിസൺ ചെയ്യാം, എന്നിട്ട് അവൻ ആംബുഷ് ചെയ്യുമെന്ന്. പക്ഷേ ഞങ്ങൾക്ക് ആ ഒരു ടാക്ടിക്സ് ആയിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കാഞ്ഞുകൊണ്ട് ഞങ്ങളത് ഡിക്ലൈൻ ചെയ്യാണ് ഉണ്ടായത്. പക്ഷേ ഇത് ഇപ്പൊ നോക്കുമ്പോൾ എല്ലാവരും മരിച്ചു കിടക്കുന്നു. അതിനർത്ഥം ഇതെല്ലാം ഇയോൺ ചെയ്തെന്നല്ലേ? താങ്കൾ എന്തായാലും അവനെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണം. ബാക്കിയുള്ള സ്റ്റുഡൻസിനെടുക്കും താങ്കൾക്ക് തിരക്കാവുന്നതാണല്ലോ. അത് മാത്രമല്ല, ഞങ്ങൾ മാത്രമല്ല ഇവിടെ സസ്പെക്ട്സ് ആയിട്ടുള്ളത്. ക്യാപ്റ്റൻ മൂ, നീ എന്താണ് വിചാരിച്ചത് ഞാനൊരു വിഡ്ഢിയാണെന്നോ? ഇവരെല്ലാവരും മരിച്ചു കിടക്കുന്നതുകൊണ്ട് നിനക്ക് തോന്നുന്നത് സംസാരിക്കാൻ പറ്റുമെന്നാണോ നീ വിചാരിച്ചു വെച്ചിരിക്കുന്നത്? ഈ ബോഡീസൊക്കെ കണ്ടുപിടിച്ചത് ആരെന്നാണ് നീ വിചാരിച്ചത്? അല്ലാതെ പ്രൊഫസേഴ്സ് അല്ലേ? അല്ല, എൽഡർ ചിയോണും പിന്നെ അവൻ്റെ ക്യാപ്റ്റൻസും വാർഡൻസും കൂടെ നടക്കുന്ന സമയത്താണ് ഇത് കണ്ടത്. അവർ ഡയറക്റ്റ്ലി വന്ന് എൻ്റെ അടുക്കെ റിപ്പോർട്ട് ചെയ്യുമായിരുന്നു. അല്ല, അതെന്തിനാണ്? കാര്യം അവനല്ലേ കുറ്റവാളി, പിന്നെന്തിനാണ്? അപ്പോൾ നീ പറയുന്നത് ഞാനാണ് കുറ്റവാളി എന്നാണോ? ഇയോൺ ചിയോൺ, ഗ്രീറ്റിംഗ്സ് എൽഡർ ചിയോൺ, ഗ്രീറ്റിംഗ്സ് എൽഡർ ചിയോൺ എന്ന് പറഞ്ഞിട്ട് ബാക്കിയുള്ളവരെല്ലാവരും അവനെ ഗ്രീറ്റ് ചെയ്യുന്നുണ്ട്. കോപ്പ്, വാർഡൻ ചിയോൺ, ക്യാപ്റ്റൻ മൂ, ഇത് ശരിക്കും റൂഡാണ്. അവരട്ടെ മനസ്സിലോടെ അവരട്ടെ കണ്ണു വെട്ടിക്കുകയും ചെയ്യും. മര്യാദക്ക് എൽഡർ ചിയോനെ ഗ്രീറ്റ് ചെയ്തിട്ട് നോക്ക്. മുയ്യനട്ടെ ഒട്ടും തന്നെ താല്പര്യം ഇല്ലാഞ്ഞിട്ട് കൂടിയും അവൻ്റെ കൈകൾ ഉയർത്തി. അടുത്ത സെക്കൻഡിൽ അവർ രണ്ടുപേരും ഉയർത്തിയിട്ട് പറയുകയും ചെയ്യും എൽഡർ ചിയോൺ ഗ്രീറ്റിംഗ്സ്. ക്യാപ്റ്റൻ മൂ, താങ്കൾ പറഞ്ഞില്ലേ ആ പോയിസൺ സെറ്റില് അവരുടെ ട്രാപ്പ് വെച്ചെന്ന്? അപ്പോൾ മ്യൂസീഷ്യൻ സെറ്റും സോർട്ട് സെറ്റും ഇതിനകത്തുണ്ടോ? ആൻഡ് ഞാനാണ് അവരെല്ലാവരും കൊന്നാണോ താങ്കൾ ഈ പറയുന്നത്? അല്ല, എനിക്ക് ബോഡീസ് ഒന്ന് സൂക്ഷിച്ചു നോക്കാനായിട്ട് സാധിക്കുമോ? തീർച്ചയായും. ക്യാപ്റ്റൻ യുജിക്കിന്റെ കൈ മുറിച്ച് കളഞ്ഞിട്ടുണ്ട്. അത് കണ്ടിട്ട് ക്യാപ്റ്റൻ യങ് ഗോങ്ങിന്റെ ആ ഒരു സേബർ ടെക്നിക്കായിട്ടാണ് തോന്നുന്നത്. അതുമാത്രമല്ല, ബേക്കിന്റെ പോയിസണും യുജിക്കിന്റെ ശരീരത്തുണ്ട്. പിന്നുള്ളത് പ്യോഗ് യോങ് ആണ്. അവന്റെ ശരീരത്തുള്ളതാട്ടെ നമ്മുടെ ക്യാപ്റ്റൻ യുജിക്കിന്റെ ആ ഒരു സീക്രട്ടുള്ള ഡിമോണിക് സൗണ്ട് സോഡുമാണ്. അതെ, ഈ വൂൺസൊക്കെ വെച്ച് നോക്കിയിട്ട് ക്യാപ്റ്റൻ യങ് ഗോങ്ങിന്റെ മരണം എങ്ങനെ പോയാലും ആ ഒരു ഷാഡോ സെറ്റിലെ ആ ഒരു ഡാർക്ക് ക്ലൗഡ് പ്ലാമാണ്. അത് മാത്രമല്ല, അവന്റെ തല കംപ്ലീറ്റ്ലി ചിതറിക്കിടക്കുകയാണ്. ആൻഡ് ഫൈനലി ബേക്ക്, അവനെന്തായാലും ഇന്റേണൽ ഇഞ്ചുറീസ് ഒന്നുമില്ല, പക്ഷേ ബ്ലഡ് ലോസ് ഉണ്ട്. അത് മാത്രമല്ല, ആ അറ്റാക്ക് ചെയ്യപ്പെട്ട പാറ്റേൺ എന്ന് പറയുന്നത് ഷാഡോക് സെറ്റിൻ്റെ ആ ഒരു സീക്രട്ടുള്ള ടെക്നിക്കാണ്. റൈറ്റ് സോൾ ലെഫ്റ്റ് പ്ലാം ടെക്നിക്ക്. അല്ല ക്യാപ്റ്റൻ മ്യൂ, താങ്കൾക്കും ഇത് കുറച്ച് സ്ട്രേഞ്ച് ആയിട്ട് തോന്നിയിട്ടില്ലേ? നീ പറയുന്നത് ഞാനിവർ അറ്റാക്ക് ചെയ്തെന്നല്ലേ? അല്ല, ഞാനൊരു അറ്റാക്ക് ചെയ്തത് ഞാൻ പല മാർഷൽ ആർട്സ് യൂസ് ചെയ്ത് ഇവരെല്ലാവരെയും കൊല്ലണോ? പക്ഷേ ഇത് കണ്ടിട്ട് എനിക്ക് തോന്നുന്നത് ഇത് മറ്റൊരു രീതിയിലാണല്ലോ. ഇവിടെ ഉണ്ടായിരുന്ന 5 പേരും കൂടെ തമ്മി തല്ലുമല്ലേ? അതാണല്ലോ എനിക്ക് കാണാൻ സാധിക്കുന്നത്. ഇപ്പോഴാണ് എനിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായത്. ഇയോൺ നായേ, നീ ഞങ്ങളുടെ എതിരെ മാത്രമല്ലായിരുന്നു ഇവിടെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. നീ 6 സെറ്റ്സിനെ തമ്മി തല്ലിക്കാനാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. കാര്യം, ഈ കിടക്കുന്ന ബോഡീസ് അവരവരുടെ സെറ്റിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ അവരൊരുപാട്ടും പരസ്പരം തമ്മി തല്ലുന്നതായിരിക്കും. അപ്പോൾ നിന്റെ ട്രൂ ഗോൾ എന്ന് പറയുന്നത് തന്നെ 5 സെറ്റ്സിനെ തമ്മി തല്ലിക്കാനായിരുന്നില്ലേ? അവൻ ഞങ്ങളെ കംപ്ലീറ്റ്ലി കുരുക്കിലാക്കിയിരിക്കുകയാണ് ഇയോൺ. ഈ സമയത്ത് തന്നെ നമ്മുടെ ലീ ഒന്ന് ചിരിച്ചിട്ട് പറയുകയും ചെയ്യും എത്രയും പെട്ടെന്ന് ഇവരെ രണ്ടുപേരും ഡിറ്റൻഷൻ സെന്ററിലേക്ക് അയച്ചേക്ക്. അത് കഴിഞ്ഞ് കാണിക്കുന്നത് അക്കാഡമി ഡെപ്യൂട്ടിയുടെ ഓഫീസാണ്. സാർ, എല്ലാ ബോഡീസും അവരുടേതായ സെറ്റ്സിലേക്ക് അയച്ചിട്ടുണ്ട്. അത് മാത്രമല്ല, നമ്മൾ ഇൻഫോം ചെയ്തിട്ടുണ്ട് ഒഫീഷ്യൽ തന്നെ മുയോൺ ചിയനെയും ജിൻവിൻ മൂവിനെയും അവരെന്തായാലും ഡിറ്റൻഷൻ സെന്ററിൽ തന്നെ കഴിയുമെന്ന്. പെട്രി അയച്ചും ബാക്കിയുള്ളവരും തിരിച്ചു വരുന്നവരെ. പക്ഷെ ഇത് കംപ്ലീറ്റ്ലി മറ്റൊരു സ്കീം പോലെയില്ലേ? ഈ ബോഡീസ് കണ്ടുകൊണ്ട് മാത്രം. ശരിയാണ്, ഞാനും ശരിക്കും ക്യൂരിയസ് ആണ്. കാര്യം, ഒരു ജെനസിസ് മാസ്റ്ററിന് പോലും ഒരു കോഡിഫൈങ് ഉള്ള ഫൈറ്റിംഗ് ഫോം ഒരു തവണ കണ്ട റീക്രിയേറ്റ് ചെയ്യാൻ സാധിക്കത്തില്ല. പക്ഷേ അവനെങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്? എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, 5 സെറ്റ്സുള്ള ആ ഒരു പ്രശ്നങ്ങൾ ഇനി ഇവിടെ തുടങ്ങുന്നതായിരിക്കും. പെട്രയച്ച് എന്തായാലും ബാക്കിയുള്ള വീക്കിങ്ങുള്ള സെറ്റ്സിനെ നോക്കുന്ന സമയത്ത് ഈ ഒരെണ്ണതായാലും 5 സെറ്റ്സിനെ പറിച്ച് നിലത്തിടുന്നതാണ്. ഇതെന്തായാലും കൂടാം. അപ്പോൾ സോഡ് ഡീമൻ ആഗ്രഹിച്ച പോലെയുള്ള ഒരു യഥാർത്ഥ പെട്രയച്ചിൻ്റെ ഉദയം ഉടനെ തന്നെ കാണാൻ സാധിക്കും. പിന്നെ കാണിക്കുന്നത് നമ്മുടെ പോയിസൺ സെക്റ്റാണ്. ചിലോങ്, നീ എങ്ങനെയാടാ മരിച്ചത് എൻ്റെ പൊന്നു മോനെ? ഇനി ഇത് വെച്ചോണ്ടിരിക്കാൻ പറ്റത്തില്ല. ഓൾറെഡി എൻ്റെ അച്ഛൻ പോയി, ഇനി ഞാൻ അവിടെ നിൽക്കണമെന്നാണ് നിങ്ങളീ പറയുന്നത്? അത് മറ്റാരുമില്ല എന്ന് ഇപ്പോൾ പോയിസൺ സെറ്റിൻ്റെ മൈനർ ചീഫായുള്ള മുൻസു ബേക്കായിരുന്നു. അവർ അതിര് കടന്നിരിക്കുന്നു. മൈനർ ചീഫ്, ഞാനും താങ്കളുടെ ഉണ്ട്. അവർ ശരിക്കും അതിര് കടന്നിരിക്കുന്നു. ഓൾറെഡി നമ്മുടെ ചീഫ് 6ാമത്തെ എക്സാമിനേഷന് പോകാതിരുന്നതാണ്. പക്ഷെ ആ ലേഡി മ്യൂ ഷോർട്ട് സെറ്റിൽ നിന്നുള്ള അവർ വന്നുകൊണ്ട് മാത്രമാണ് അത് സംഭവിച്ചത്. ഇപ്പൊ നോക്കണേ, അവൾ നമ്മുടെ പോയിസൺ സെറ്റിനെ ശരിക്കും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തിരിക്കുന്നു. നമ്മൾ പ്രതികാരം വീട്ടില്ലെങ്കിൽ എൻ്റെ അച്ഛനും ചിലോങ്ങിന്റെ സ്പിരിറ്റ്സ് ഒരിക്കലും ശാന്തി നേടുന്നതല്ല. ശരിയാണ്, ഇതാണ് പറ്റിയ ഓപ്പർച്യൂണിറ്റി. അവരെപ്പോൾ എന്തായാലും നമ്മളിവിടെ സങ്കടപ്പെട്ടിരിക്കുമെന്നാണ് വിചാരിച്ചിട്ടുള്ളത്. അത് മാത്രമല്ല, അവരുടെ ചീഫും ബാക്കിയുള്ള മാൻ പവറും പകുതിയോളം ഇപ്പൊ പെട്രേഷനോടെ
പുറത്താണ്. ഈ നേരത്തെ അറ്റാക്ക് ചെയ്യുന്നതായിരിക്കും എന്തുകൊണ്ടും നല്ലത്. അതുമല്ല അവർ ഉറപ്പായിട്ടും നമ്മൾ ഈ ഫ്യൂണറൽ നടത്താൻ പോകുന്നതായിരിക്കും വിചാരിച്ചിട്ടുള്ളത്. ഈ ഒരു ഓപ്പർച്യൂണിറ്റി ഇനി നമുക്ക് കിട്ടിയെന്ന് വരത്തില്ല. നീ പറഞ്ഞതും ശരിയാണ്. ആദ്യം ഏതായാലും എത്രയും പെട്ടെന്ന് തന്നെ ഈ ഫ്യൂണറൽ ഒന്ന് കഴിയട്ടെ. എന്നിട്ട് നമ്മൾ ഇന്ന് രാത്രി 2 മണിക്ക് തന്നെ അവരെ തീർക്കുന്നതായിരിക്കും. പക്ഷേ പിന്നെ കഴിയുന്ന പിറ്റേ ദിവസം വെളുപ്പിന് 4 മണിയാണ്. ഷാഡോ സെറ്റിൻ്റെ മാനർ ഇത് തന്നെയാണ് കൃത്യസമയം. ഷാഡോ സെറ്റിനെ നമ്മൾ കംപ്ലീറ്റ്ലി വൈപ്പ് ഔട്ട് ചെയ്തിരിക്കണം. വാ പോയേക്കാന്ന് പറഞ്ഞിട്ട് അവരെല്ലാവരും അകത്തേക്ക് ചെല്ലുകയും ചെയ്യും. അകത്തേക്ക് ഓടിയെടുക്കും. പെട്ടെന്നാണ് അവരൊന്ന് നിർന്നത്. അല്ല ബ്രദർ, ഇവിടെ എന്തൊരു പ്രശ്നമുണ്ടല്ലോ. ഇത്രയും വലിയ മാനറായിട്ട് കൂടി ഇവിടെ ഒരാളെ പോലും എനിക്ക് സെൻസ് ചെയ്യാണ്ട് സാധിക്കുന്നില്ല. അല്ല ഇനിയെങ്ങാനെന്ന് പറഞ്ഞിട്ട് അവൻ തിരിഞ്ഞു നോക്കിയപ്പോഴാണ് ശരിക്കും ഞെട്ടിത്തരിച്ചു പോയത്. ഇതൊരു ട്രാപ്പാണെന്ന് പറയുന്നതിന് മുമ്പ് തന്നെ 100 കണക്കിന് ആരോസാണ് അവിടേക്ക് പാഞ്ഞു വന്നത്. എങ്ങനെ പോയാലും എല്ലാവരും ഡോഡ് ചെയ്യേണ്ടതാണ്. ഇതിൻ്റെ അത് ഇന്റർണൽ എനർജി ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവനാട്ടെ അതൊക്കെ ബ്ലോക്ക് ചെയ്യുന്നുണ്ട്. എന്നാൽ നിസ്സാര സമയം കൊണ്ട് തന്നെ അവർ 2 പേരും ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ പോയിസൺ സെറ്റിൽ നിന്ന് വന്നവരും താഴെ വീണു. ഷാഡോ സെറ്റ് നായ്ക്കളെ, അവർ നമ്മളെ കാത്തിരിക്കുവായിരുന്നല്ലേ. എന്തായാലും ഇവിടെ വരെ എത്തി. ഇനി എന്തായാലും ഇത് തീർത്തിട്ടേ നമ്മൾ പോകത്തുള്ളൂ. അതിന് മരണമാണെങ്കിലും കൊള്ളാമെന്ന് പറഞ്ഞിട്ട് അവരാട്ടെ ആ ഒരു ഷാഡോ സെറ്റുള്ള ഫൈറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പെട്ടെന്നായിരുന്നു ഒരു എൽഡർ അവിടേക്ക് വന്ന് എന്നിട്ട് പറയും ചെയ്യും, എനിക്കിത് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. ഈ എലികൾ പൂച്ചയുടെ എതിരെ തിരിയുന്നോ? പക്ഷേ നിങ്ങളുടെ സ്ട്രഗിൾ എനിക്ക് നന്നായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. നായെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് അവൻ അറ്റാക്ക് ചെയ്യാനായിട്ട് അവൻ പരിയും. ആ ഒരു എൽഡർ തൻ്റെ കൈയൊന്ന് ഉയർത്തിയതേൽ അവൻ നേരെ താഴത്തേക്ക് വീണിട്ടുണ്ട്. എന്നിട്ട് നിസ്സാര സമയം കൊണ്ട് കണ്ണ് ചിമ്മുന്ന സെക്കൻഡ് കൊണ്ട് അവിടെ ഉണ്ടായിരുന്ന 5 പേരെ കഴുത്ത് അവൻ അറുത്ത് മാറ്റി. എലികളെന്നും എലികൾ തന്നെയാണ്, അതാരും മറക്കണ്ട. ഈ സമയത്ത് മറ്റൊരുത്തനാട്ടെ അവിടെ ഉണ്ടായിരുന്ന ഒരു എൽഡറുമായിട്ട് ഫൈറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും അവൻ പറയും ചെയ്യും, അപ്പം നീയാണല്ലേ പോയിസൺ സെക്ടിൻ്റെ കറണ്ട് മൈനർ ചീഫ്. എന്തായാലും പത്തറ്റിക് ആയിട്ടുണ്ട്. അടുത്ത സെക്കൻഡ് തന്നെ അവൻ അറ്റാക്ക് ചെയ്യപ്പെടുകയും അവൻ ബാക്കിലേക്ക് തെറിച്ച് പോകുന്നുണ്ട്. മൈനർ ചീഫ് ബ്രദർ, അടുത്ത സെക്കൻഡിലാണ് അവൾ അവിടേക്ക് കടന്നു വന്നത്. നിങ്ങൾ എന്താണ് വിചാരിച്ചത്? ഞങ്ങളുടെ ചീഫ് ഇവിടെ ഇല്ലാത്തപ്പോൾ ഞങ്ങളുടെ സ്ട്രെങ്ത് തന്നെ തീർന്നെന്നോ? ഇടി നായേ, ലേഡി മ്യൂ, നീയാണ് ഇതിനെല്ലാത്തിനും കാണുന്നുണ്ട്. കുറച്ച് പേര് ചാടി അവളെ അറ്റാക്ക് ചെയ്യേണ്ടി വരികയും ചെയ്യും. പക്ഷേ അവൾ തൻ്റെ കണ്ണൊന്ന് ഉയർത്തിയിട്ട് അടുത്ത സെക്കൻഡ് തന്നെ ആ 2 പേരെ കഴുത്തങ്ങോട്ട് അറുത്ത് കളയും ചെയ്യും. ടീ, നിനക്ക് ഇത്ര ധൈര്യമോ? പേടിക്കണ്ട, ഇനി നീയും കൂടെ ബാക്കിയുള്ള മുട്ട് കുത്തറ നായെന്ന് പറഞ്ഞിട്ട് അവനെ പിടിച്ച് മുട്ട് കുത്തിക്കുന്നുകൊണ്ട് എനിക്കിത് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. ഷാഡോ സെറ്റ് ഇത്രയധികം പവർഫുൾ ആയിരുന്നു. ടീ കീടമേ, നീ പെട്രിയച്ചിൻ്റെ വേറൊരു വൈഫാണെന്നാണ് ഞങ്ങൾ വിചാരിച്ചുള്ളത്. പക്ഷേ നിന്റെ സ്ട്രെങ്ത് നീ ഹൈഡ് ചെയ്യുമായിരുന്നല്ലേ? ഹൈഡോ? അതിൻ്റെ കാര്യമൊന്നുമില്ലായിരുന്നു. ഞാൻ അത് ഉപയോഗിക്കേണ്ട ആവശ്യം വന്നില്ല, അത്രമാത്രം. നീ തമാശ പറയുവാണെന്ന് ചോദിക്കുന്നതിന് മുമ്പ് അവൻ്റെ കഴുത്തും അവൾ അറുത്ത് കളഞ്ഞിരുന്നു. ലേഡി മ്യൂ, ഞങ്ങൾ എന്തായാലും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്തിട്ടുണ്ട്. പക്ഷേ പോയിസൺ സെക്ട് ആംബുഷ് ചെയ്ത ഈ ഒരു സാഹചര്യത്തിൽ ബാക്കിയുള്ള സേബർ സെറ്റിനെ നമുക്ക് വിശ്വസിക്കാൻ സാധിക്കുമോ? പേടിക്കേണ്ട കാര്യമില്ല. അവരുടെ എൽഡർ ഒരു വാക്ക് പോലും പറയാതെ അവരിവിടെ ഒന്നും ചെയ്യാൻ പോകുന്നില്ല. മനസ്സിലായിരിക്കുന്നു. എന്തായാലും ഞാൻ എത്രയും പെട്ടെന്ന് അക്കാഡമിയിലേക്ക് എത്തിച്ച് ബാക്കിയുള്ള 2 യങ് മാസ്റ്റേഴ്സിനെ ഇവിടേക്ക് കൊണ്ടുവരാം. വേണ്ട, അതിൻ്റെ കാര്യമില്ല. അവരുടെ തെറ്റുകൾ അവർ തന്നെ തിരുത്തണം. പക്ഷേ അവർ നമുക്ക് അവിടെ എനിക്കെൻ്റെ കുട്ടികളെ മറ്റാരെക്കാട്ടും നന്നായിട്ടറിയാം. അവൻ ഓവർ എസ്റ്റിമേറ്റ് ചെയ്തിരിക്കുന്നു. അവൻ എന്തായാലും അതിൻ്റെ കാര്യങ്ങളൊക്കെ പഠിച്ചു വരണം. ഒരു പെട്രേച്ചാകുന്നിടത്ത് എന്തൊക്കെ ബുദ്ധിമുട്ട് നേരിടണമെന്നും അവൻ അറിയേണ്ടതായിട്ടുണ്ട്. അതിനപ്പുറം അവൻ്റെ ആ ഒരു കീടത്തിൻ്റെ കാര്യം തീർക്കേണ്ടതായിട്ടുണ്ട്. ആദ്യം ആ ഒരു ഗാഡ് ജാങ്ങിലെ അവൻ്റെ കൂടെയുള്ള അവൻ്റെ കാര്യത്തിൽ തീരുമാനമാക്കണം. പിന്നെ അവൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആ ഒരു സ്കൂളിൽ നിന്ന് എക്സ്പെൽ ചെയ്യപ്പെട്ട കുട്ടികളെ എല്ലാവരെയും പൊക്കണം. ഒരു സിംഗിൾ ഡീറ്റെയിൽ പോലും മിസ് ചെയ്യാനായിട്ട് പാടില്ല. അല്ല, താങ്കൾ ഓക്കെ അല്ലേ? ആ, ഞാൻ ഓക്കെയാണ്. പക്ഷേ അവൻ ചെയ്ത തെറ്റിന് അവൻ തന്നെ പ്രായശ്ചിത്തം ചെയ്യണ്ടേ? അവൻ ശരിക്കും ഡേഞ്ചറസ് ആയി മാറിയിരിക്കുന്നു. ഈവൻ മുഴുവനോലും ഇനി നേർക്ക് നേർന്നുകൊണ്ട് അവനോട്ട് മുട്ടാൻ സാധിച്ചെന്ന് വരത്തില്ല. അങ്ങനെ ആ ഒരു ഇൻസിഡന്റ് കഴിഞ്ഞിട്ട് 4 ദിവസം കഴിഞ്ഞിരിക്കുന്നു. മുയോൻഷിയനും ജിന്നുവിനും ഇപ്പൊ ഡിറ്റൻഷൻ സെന്ററിലാണുള്ളത്. അതുകൊണ്ട് തന്നെ പലതവണ വാച്ച് ചെയ്ത് അവന്റെ കൂടെ വന്ന ഫോളോവേഴ്സ് എല്ലാവരും പിരിഞ്ഞു പോകാനും തുടങ്ങി. എന്നാൽ ഇതേ സമയം ബാക്കിയുള്ള ഫോളോവേഴ്സ് എല്ലാവരും നമ്മുടെ ഇയോന്റെ കൺട്രോളിലെത്തി. അതുകൊണ്ട് തന്നെ പല കുട്ടികളും അവിടുന്ന് ഡ്രോപ്പ് ഔട്ട് ചെയ്യാനായിട്ടും തീരുമാനിച്ചു. അവരെയൊക്കെ വെച്ച് മാറ്റി നോക്കിയാലും 7 സ്റ്റുഡൻസ് അവിടെ വന്നിരുന്നു ഇയോന്റെ ഗ്രൂപ്പിൽ ചേരാനായിട്ട്. അതിൽ 5 പേര് ഹയർ റാങ്കിൽ നിന്നുള്ളവരായിരുന്നു. അവരെല്ലാവരും ഇയോന് സപ്പോർട്ട് നേരെന്ന് സംഭവിച്ചെങ്കിൽ കൂടിയും ഇയോൻ നോക്കിയിരുന്നത് ലോയാലിറ്റി ആയിരുന്നു. അതായിരുന്നു അവന് ഏറ്റവും ആവശ്യം. അതുകൊണ്ട് തന്നെ അതെല്ലാം റിജക്ട് ചെയ്തു. പക്ഷേ ആ കൂട്ടിൽ നിന്ന് 2 പേര്, ഒന്ന് ചാക്സമ വാരിയർ ഡാൻസ് സെറ്റിൽ നിന്ന്, രണ്ടത് സാഹിയും, പുള്ളിക്കാരൻ ലോവർ റാങ്കിലുള്ള സി സേബർ ആയിരുന്നു.
അവിടുന്ന് രണ്ടുപേരെ മാത്രം അവൻ സെലക്ട് ചെയ്തു. പിന്നെ കാണിക്കുന്നത് അവരെല്ലാവരും കൂടെ നിൽക്കുന്നതാണ്. മൈലോഡ്, സത്യം പറഞ്ഞാൽ താങ്കൾ അവരെയും കൂടെ സെലക്ട് ചെയ്യുന്നത് കുറച്ചുകൂടെ നല്ലതായിരുന്നു. ശരിയാണ് മൈലോഡ്, താങ്കൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് മനസ്സിലായി. പക്ഷേ ഉള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു മൈനർ പ്രീസ്റ്റ്ഹുഡിന് വേണ്ടി താങ്കൾക്ക് അറ്റ്ലീസ്റ്റ് 12 ഹയർ റാങ്കിങ് സെറ്റിനെങ്കിലും സപ്പോർട്ട് ആവശ്യമുണ്ട്. മൈലോഡ്, ഇതൊട്ട് നിസ്സാരമല്ലെന്നറിയാം, പക്ഷേ നമുക്കിപ്പോൾ വേണ്ടത് സപ്പോർട്ടാണ്. അതെന്തായാലും നമുക്ക് വേണം. ആ 5 പേരുണ്ടാക്കി കിട്ടിക്കഴിഞ്ഞാൽ ആ ഒരു മിനിമം നമ്പറും നമുക്ക് കിട്ടുന്നതാണ്. മൈലോഡ്, ഞാനും ആ കാര്യത്തിൽ എഗ്രി ചെയ്യുന്നുണ്ട് കേട്ടോ. ശരിയാണ് മൈലോഡ്, മൈനർ പ്രീസ്റ്റ്ഹുഡ് ആകുന്നതാണ് നമുക്ക് ഏറ്റവും വലിയ കാര്യം. തൽക്കാലം എന്തായാലും ഇങ്ങനെ തന്നെ പോട്ടെ, ഞാനെന്തായാലും മറ്റു വഴി കണ്ടെത്തിയോളാം. അല്ല മൈലോഡ്, ഓൾറെഡി 2 ദിവസം കഴിഞ്ഞിരിക്കുന്നു. ഡെപ്യൂട്ടി മാത്രമേ താങ്കളുടെ കൂടെ. ഇനിയും മൈനർ പ്രീസ്റ്റ്ഹുഡിന് വേണ്ടി ഒത്തിരിയധികം ചീഫ്സിനെ താങ്കൾക്ക് ആവശ്യമുണ്ട്. അല്ല, മറ്റെന്തെങ്കിലും മാർഗമുണ്ടോ? ഉണ്ട്, പക്ഷേ അതിനുവേണ്ടി ഞാൻ ഇന്ന് തൊട്ട് എൻ്റെ അക്കാഡമി ജീവിതം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ആൻഡ് നമ്മുടെ ഈക്കോണോട്ടെ അക്കാഡമിയിൽ നിന്ന് ഇറങ്ങിക്കൊണ്ടാണ് ഈ ഒരു ചാപ്റ്റർ ഇവിടെ അവസാനിക്കുന്നത്. അടുത്ത ചാപ്റ്റർ നാളെ തന്നെ വന്നേക്കാം. സോ അത് മിസ്സായിരിക്കുമ്പോൾ നമ്മുടെ പേജ് ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ മറക്കണ്ട.